السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹബഹുമാനമുള്ള കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഈ റമദാനിൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട, നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കേണ്ട ഒരു ദൈവീക വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട വിപ്ലവത്തെയും പരിവർത്തനത്തെയും ചുരുങ്ങിയ വാക്കുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ ഉദ്ഘാടന സെഷൻ മുതൽ നമ്മൾ ഏവരും കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഏറെ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാണ്. അത് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും അതിനേക്കാൾ ഉപരി അവൻ്റെ പരലോകം പോലും നഷ്ടമാകുന്ന രൂപത്തിലുള്ള ലജ്ജ എന്ന് പറയുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു ഗുണം മനുഷ്യജീവിതത്തിൽ നിന്നും അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഏറെ ഖേദകരമേറുന്ന വാക്കുകളും വർത്തമാനങ്ങളും വാർത്തകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സംസാരം അടക്കമുള്ള ഇനി അങ്ങോട്ടുള്ള 2 സെഷനുകൾ സ്വസ്ഥമായ ഒരു ജീവിതം ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, സ്വസ്ഥമായ ഒരു കുടുംബജീവിതം ഒരു കുടുംബം ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് നമുക്കതിനുള്ള പരിഹാരം? എവിടെയാണ് നമ്മളതിൻ്റെ പരിഹാരം തേടി ചെന്നെത്തേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു നൽകുന്ന സംസാരങ്ങളും ചർച്ചകളുമാണ് ഇനി നടക്കാനിരിക്കുന്നത്. എൻ്റെ സംസാരത്തിൻ്റെ ആമുഖമായി വിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇള മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നും നിങ്ങൾക്ക് ഒരു സതുപദേശം വന്നെത്തിയിരിക്കുന്നു. ആ ഉപദേശം വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ മനസ്സുകൾക്ക് ഏറെ സമാധാനവും സ്വസ്ഥതയും നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് അള്ളാഹു പറഞ്ഞത് വഹുദം വറഹ്മതൻ ലിൽ മുഅ്മിനീൻ, അത് സത്യവിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക് അത് സന്മാർഗവുമാണ് എന്ന് ഒരധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നും ഒരു സത്യമാർഗം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ഫമൻ തബിഅ, ആരാണോ ആ സത്യമാർഗത്തെ പിൻപറ്റുന്നവർ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നാണ്. നിങ്ങൾ നോക്കൂ, ഈ 2 ആയത്തുകൾ ഇതേ ആശയത്തിലുള്ള മറ്റു പല വചനങ്ങളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നമ്മൾ എന്തിനെയാണ് പിൻപറ്റേണ്ടത്, നമ്മൾ എന്തിനെയാണ് അനുകരിക്കേണ്ടത്, നമ്മളെ സ്വാധീനിക്കേണ്ടത് എന്താണ് എന്നിവിടെ നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ഓതി വെച്ച 2ാമത്തെ ആയത്തിൽ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നും ഒരു സത്യമാർഗം നിങ്ങൾക്ക് വന്നെത്തി. ഫമൻ തബിഅ എന്ന പ്രയോഗമാണ്. പക്ഷെ സങ്കടകരമാണ് നമുക്കിന്ന് ഏറെ. എന്തേ കാരണം? വിശുദ്ധ ഖുർആൻ എന്ന ദൈവികമായ ഒരു വേദഗ്രന്ഥം ഇന്ന് പലപ്പോഴും നമ്മൾ ഒരു വായനയുടെ ഗ്രന്ഥമായി മാത്രം കാണുന്നു. എനിക്ക് സമയമുണ്ടാകുമ്പോഴും എനിക്ക് തോന്നുമ്പോഴും എടുത്തു വായിക്കാവുന്ന ഒരു പുസ്തകമായി, ഒരു ഗ്രന്ഥമായി നമ്മളതിനെ കാണുന്നു. എന്നാൽ ഖുർആൻ ഉപയോഗിച്ചത് അത് വായിക്കുന്നവർ എന്നല്ല, ഫമനിതബഅ എന്നാണ്, ഫമൻ തബിഅ എന്നാണ്. അതിനെ ആരാണോ പിൻപറ്റുന്നവർ എന്നാണ്.
പിൻപറ്റുന്ന ആളുകൾക്ക് ഈ ലോകത്ത് എന്ത് കണ്ടുപിടിച്ചയാളും ആ വസ്തുവിനൊരു ഗ്യാരണ്ടി നൽകും. അത് ഒരു പക്ഷേ 4, 5 അല്ലെങ്കിൽ 10, 20 വർഷമായിരിക്കാം. പക്ഷെ അള്ളാഹു പറയും, നോക്കൂ നിങ്ങൾ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നാണ്. നിങ്ങൾക്കൊരു ഉറപ്പാണത്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടി വരികയില്ല. അതിവിടെ മാത്രമല്ല, ആ വിശുദ്ധ ഖുർആൻ പിന്തുടർന്ന് നിങ്ങൾ ജീവിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരലോകത്തും വിജയം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ നമ്മളെ ജീവിതത്തിൽ സ്വാധീനിക്കേണ്ട ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. എന്നാൽ തിരിഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്, അംഗീകരിക്കാത്ത ആളുകളുണ്ട്, നിഷേധിക്കുന്ന ആളുകളുണ്ട്, ധിക്കരിക്കുന്ന ആളുകളുണ്ട്, പരിഹാസമാണെന്ന് പറയുന്ന ആളുകളുണ്ട്, കവിതയാണെന്ന് പറയുന്ന ആളുകളുണ്ട്, എഴുതിയുണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളും വിശുദ്ധ ഖുർആനെതിരെയുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ച വാക്ക്, അതിൽ നിന്നും തിരിഞ്ഞു നടക്കുന്ന ആളുകളുടെ ഉപമ, ഫമാ ലഹും അനിത്തദ്കിറതി മുഅരിളീൻ കഅന്നഹും ഹുംറും മുസ്തൻഫിറ ഫറത്ത് മിൻ കസ്വറ. ഒരു സിംഹത്തെ ഭയന്നുകൊണ്ട് വിരളി പിടിച്ച കഴുതകൾ ഓടുമാർ അവർ ഓടിക്കളയുന്നു എന്നാണ്. ആരാണവർ? വിശുദ്ധ ഖുർആൻ കൃത്യമായി തിരിച്ചറിഞ്ഞവർ, വിശുദ്ധ ഖുർആൻ സത്യമാർഗാണെന്ന് ബോധ്യപ്പെട്ടവർ. പക്ഷേ ക്ഷണികമായ ഈ ലോകത്ത് അവരെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ അതിനെ ഒന്നും മാറ്റി നിർത്താൻ തയ്യാറാകാത്തവർ, ആസ്വാദനങ്ങൾ മുഴുകി ജീവിക്കുന്നവർ, ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറയുന്നവർ, അവരെക്കുറിച്ച് ഖുർആൻ പറയുന്നു, ഒരു സിംഹത്തെ കണ്ട് വിരളി പിടിച്ചോടുന്ന കഴുതയെ പോലെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരെന്ന് ഖുർആൻ പ്രിയമുള്ളവരെ നമ്മെ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിനെ മുഖം തിരിഞ്ഞു നിൽക്കാതെ ഇമാമാക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്, മൻ ജഅലഹു ഇമാമഹു ഖാദഹു ഇലൽ ജന്ന. ആരാണോ വിശുദ്ധ ഖുർആനിനെ അവൻ്റെ ഇമാമായി സ്വീകരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സംസ്കാരവും എൻ്റെ സ്വഭാവവും എൻ്റെ വ്യക്തി ജീവിതവും എൻ്റെ രഹസ്യ പരസ്യ ജീവിതവും എൻ്റെ കുടുംബ ജീവിതവും ഒക്കെ ഖുർആനായി കാണുന്നവനാരോ ഇലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. പ്രവാചകൻ പറഞ്ഞു, വമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലന്നാർ. ആരെയാണോ അതിനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നവർ അവർ നരകത്തിലാണ് എന്ന്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്ന പ്രവാചകനും വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന, പ്രിയമുള്ളവരെ, ഖുർആനിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവൻ, ഖുർആനിനെ അവഗണിക്കുന്നവൻ, ഖുർആനിനെ കളവാക്കിയവൻ, അവർക്ക് കാത്തിരിക്കുന്നത് ഏറെ വേദനയേറിയ ശിക്ഷയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന്. ഈ ലോകത്ത് ഖുർആൻ വരുത്തിയ വിപ്ലവം എത്രമേൽ വലുതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മക്ക മുശ്രിക്കുകളുടെ മനസ്സിന് സ്വാധീനമുണ്ടാക്കിയതുപോലെ പോലും ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ മനസ്സിൽ ഖുർആൻ സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് ഏറെ സങ്കടകരമാണ്. അബൂ സുഫിയാനും അബൂജഹലും അഹ്നബിന് സുഹൈർ റളിയല്ലാഹു അൻഹുവും ഒക്കെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് പ്രവാചകന്റെ വീടിനരികിൽ വന്ന് പലപ്പോഴുമായി ഖുർആൻ കേൾക്കുമായിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു വേള അവർ പരസ്പരം കാണില്ല. തിരിച്ച് യാത്ര പോകുമ്പോൾ ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ ചോദിക്കുന്നു അവർ, നമ്മൾ എവിടുന്നാ വരുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദിൻ്റെ ഖുർആൻ വായന കേൾക്കാൻ പോയി. എന്നിട്ട് അവർ തന്നെ പറയാണ്, നമ്മൾ ഖുറൈശികളുടെ നേതാക്കന്മാരാണല്ലോ, നമ്മൾ തന്നെ ഇങ്ങനെയായി കഴിഞ്ഞാൽ സാധുക്കളായ ആളുകളുടെ അവസ്ഥ എന്താണ്? ഇനി നമ്മൾ ഖുർആൻ കേൾക്കാൻ വരാൻ പാടില്ല, വരുന്ന ആളുകളെ തടയുകയും ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പിറ്റേ ദിവസവും രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ കേൾക്കാൻ വേണ്ടി വരുന്നു. എന്തോ ഒരു വല്ലാത്ത മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നായി വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അവർക്ക് മാറുന്നു. പ്രിയമുള്ളവരെ, ഖുർആൻ അവരുടെ മനസ്സിലുണ്ടാക്കിയ സ്വാധീനം അങ്ങനെയാണ്. കഴിഞ്ഞില്ല. ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി ആരായിരുന്നു അവർ എന്ന് പറയുന്നുണ്ട്. കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിലെ ആളുകളായിരുന്നു. എന്തായിരുന്നു ഞങ്ങളുടെ പ്രശ്നം? നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. വനഉകുലിൽ മയ്യിത്ത, ഞങ്ങൾ ശവം ദീനികളായിരുന്നു. എങ്ങനെയുള്ളവർ?
ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ അറുത്തു മുറിച്ചു മാറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ടും വാളുകൊണ്ടും പോരാടുന്നവരായിരുന്നു ഞങ്ങൾ. എന്നാൽ ഞങ്ങളിലേക്കൊരു പ്രവാചകൻ വന്നു. സൂറ ജുമുഅയിലെ 2-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ. ഖുർആൻ എത്ര മനോഹരമാണ്. ഞങ്ങൾക്കൊരു പ്രവാചകൻ വന്നു. ആ പ്രവാചകൻ ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങൾ ഓതിത്തന്നു. ആ ഓതിത്തന്ന വാക്യങ്ങൾ വയുസക്കീഹിം ഞങ്ങളെ സംസ്കരിച്ചു, വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ ഞങ്ങൾക്ക് വിവേകമുണ്ടാക്കി തന്നു. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നല്ല മനുഷ്യരായി മാറി എന്ന് പറയുന്ന ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ നമുക്ക് കാണാം. അവിടുന്ന് അങ്ങോട്ട് മുസ്ലിങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ നൽകിയ സ്വാധീനം അത്രമേൽ വലുതായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ ഇന്ന് നമ്മളെ സ്വാധീനിക്കുന്നത് എന്താ? സങ്കടമാണ്. ഇന്ന് നമ്മളെ സ്വാധീനിക്കുന്നത് എന്താ? ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാലഘട്ടമാണല്ലോ. സ്വാധീനിക്കപ്പെടുന്നവർ ആരാണ്? സ്വാധീനിക്കപ്പെടുന്നവർ യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാമിൻ്റെ ആളുകൾ, അവരെയാണ് ഇന്ന് സ്വാധീനിക്കുന്നത്. നമ്മൾ എന്ത് കഴിക്കണമെന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നു, നമ്മൾ എന്ത് ധരിക്കണമെന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നു, നമ്മൾ എവിടുന്ന് സാധനം വാങ്ങണമെന്ന് യൂട്യൂബ് തീരുമാനിക്കുന്നു, നമ്മൾ എവിടെ പോകണമെന്ന് പോലും സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്നു. നീ കാണേണ്ടതും നീ ചെയ്യേണ്ടതും നീ പ്രവർത്തിക്കേണ്ടതും എന്താണെന്ന് അത്രമേൽ വ്യക്തമായി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് ആളുകളെ, മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യൻ ആരാ പ്രിയമുള്ളവരെ? ആരാ? നമ്മൾ കേട്ടിട്ടില്ലേ ദ 100 എന്ന് പറയുന്നൊരു പുസ്തകം, മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്നൊരു മനുഷ്യൻ എഴുതിയ പുസ്തകം. അദ്ദേഹം 100 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ലോകത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലെ 1-ാമത്തെ സ്ഥാനം നൽകിയത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. ആ ഖുർആനിൻ്റെ ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത് പ്രിയമുള്ളവരെ. പക്ഷേ നമ്മളെ സ്വാധീനിക്കുന്നത് ഇന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്തകളും ആശയങ്ങളുമാണ് എന്നുള്ളത് നമുക്ക് ഏറെ പ്രയാസം നൽകുന്നു. ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ സ്വഹാബാക്കളെല്ലാം അത് ജീവിതത്തിൽ പകർത്താൻ മുൻപോട്ട് കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് ഇറങ്ങി. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ, സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ച സാധനങ്ങളല്ല, നിങ്ങൾക്കേറെ പ്രിയമുള്ളത്, ഇഷ്ടമുള്ളത് നിങ്ങൾ ദാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു പ്രവാചകനോട്, പ്രവാചകരെ, ഈ ബൈറുഹ എന്ന് പറയുന്ന ഈന്തപ്പഴത്തോട്ടം എനിക്കേറെ സ്നേഹമുള്ളതും ഇഷ്ടമുള്ളതുമാണ്, ഞാനത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു എന്ന് പറയുന്ന അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന ആയത്ത് ഇറങ്ങി. നിങ്ങളുടെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ കൂടുതൽ ഉയർന്നു പോകരുത് എന്ന്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ കാണുന്നില്ല. പ്രവാചകൻ ഒരു സഹാബിയെ വിട്ട് അന്വേഷിക്കുകയാണ്, എന്ത് പറ്റി സാബിത്തിന്? എന്താ സാബിത്തിന്റെ മറുപടി? അള്ളാഹുവിന്റെ ഖുർആനിന്റെ വചനമുണ്ടല്ലോ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, ഞാൻ അല്പം ഉച്ചത്തിൽ സംസാരിക്കുന്നയാളാണ്, എൻ്റെ ശബ്ദം പ്രവാചകനേക്കാൾ ഉയരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് വിചാരിച്ച് പ്രവാചകന്റെ അരികിൽ നിന്ന് മാറി നിന്ന ഒരു സഹാബി. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മുടെ മുൻഗാമികളായ ആളുകളെ സ്വാധീനിച്ച രംഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇത് മാത്രമല്ല, സ്വഹാബാക്കളെ നമ്മൾ നോക്കണ്ട, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം നമ്മൾ എടുത്തു നോക്കൂ. നൂറ്റാണ്ടുകളായി നവോത്ഥാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം. ഖുർആൻ വായിക്കരുത്, ഖുർആൻ പഠിക്കരുത്, ഖുർആൻ ബർക്കത്തിന് വേണ്ടി മാത്രം വായിക്കേണ്ട ഒന്നാണ്, അത് സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പഠന ക്ലാസ്സുകൾ ആരംഭിച്ച് മനുഷ്യ മനസ്സുകളിലേക്ക് തെളിമയാർന്ന സന്ദേശത്തെ പകർന്നു കൊടുത്ത ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മുടേത്. അവിടം മുതൽ ഈ ഖുർആനികമായ പഠനരംഗങ്ങൾ നമ്മുടെയൊക്കെ യൂണിറ്റുകളിലുണ്ട്. ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളുണ്ട്, QLS ക്ലാസ്സുകളുണ്ട്. ഒരു വേള ഒരാഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ ആ ഖുർആൻ പഠിക്കാനുള്ള സമയത്തെ കണ്ടെത്തുന്നില്ല എങ്കിൽ, നമ്മൾക്ക് താല്പര്യമില്ല എങ്കിൽ, വിരളി പിടിച്ച സിംഹത്തെ കണ്ട് വിരളി പിടിച്ചോടിയ കഴുതകളെ വിശുദ്ധ ഖുർആൻ ഉപമിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം ആ ആയത്തുകൾ, നമ്മൾ ആലോചിക്കണം ആ ആയത്തുകൾ. നിങ്ങൾ നോക്കൂ, മഹാനായ K ഉമർ മൗലവിയെ കേൾക്കാത്തവരാരുമില്ല.
ആ ഉമർ മൗലവി ഈ ലോകത്തേക്ക്, ഈ മനുഷ്യരാശിക്ക് നൽകിയ ഒരു വലിയ സംഭാവനയാണ് ഓർമ്മകളുടെ തീരത്തെന്ന് പറയുന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ നമുക്കൊരു മനുഷ്യനെ വായിക്കാൻ കഴിയും. ആരാണെന്നറിയുമോ? കെ ഉമർ മൗലവി എറണാകുളത്ത് കൊച്ചിയിലെത്തി അദ്ദേഹം ഖുർആൻ പഠന ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആ ക്ലാസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അത് മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്നൊരു സ്രാങ്ക്. അദ്ദേഹം മത്സ്യം വിറ്റ് പിടിച്ച് ജീവിക്കുന്നയാളാണ്. നല്ല ശരീരമുള്ള ഒരു മനുഷ്യൻ, കുഞ്ഞി മുഹമ്മദ് സ്രാങ്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉമർ മൗലവിയുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നു. നല്ല ഒത്ത ശരീരമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഉമർ മൗലവിക്ക് വല്ലാത്തൊരു അത്ഭുതം. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ഏറെ ഇഷ്ടമായി. ധാരാളം ക്ലാസ്സുകളിൽ പങ്കെടുത്തു ആ മനുഷ്യൻ. ഇടയ്ക്കൊക്കെ ഖുർആനിൻ്റെ ആയത്ത് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ മെല്ലെ മുഹമ്മദ് കുഞ്ഞ് എന്ന് പറയുന്ന ഈ സ്രാങ്ക് മെല്ലെ ഖുർആൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ തുടങ്ങി. ഒരിക്കൽ കെ ഉമർ മൗലവി ക്ലാസ് എടുക്കാൻ ഒരല്പം വൈകിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ മുഹമ്മദ് കുഞ്ഞ് സ്രാങ്ക് എന്ന് പറയുന്ന മനുഷ്യനോട് ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ക്ലാസ് തുടങ്ങിയപ്പോഴാണ് ഉമർ മൗലവി ഇങ്ങനെ കയറി വരുന്നത്. ആ ക്ലാസ്സിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല. ഉമർ മൗലവിയെ മുമ്പിൽ കണ്ടപ്പോൾ വല്ലാത്തൊരു പ്രയാസം. അദ്ദേഹം ക്ലാസ് അവസാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മൗലവി നിങ്ങളെൻ്റെ പിറകിലിരിക്കണം, എന്നാൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. കെ ഉമർ മൗലവി പിറകിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ടു. അതിലേറെ മനോഹരമായൊരു ചരിത്രം എന്താണെന്നറിയോ? ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ നമുക്കറിയാം. ആരായിരുന്നു ഡോക്ടർ ഉസ്മാൻ സാഹിബ്? ഇസ്ലാമിനെ നിഷേധിച്ചിരുന്നയാൾ, ദൈവത്തെ നിഷേധിച്ചിരുന്നയാൾ, പിന്നീട് ഇസ്ലാമിൽ കടന്നു വന്ന് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരെ എത്തിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നിലമ്പൂരിനടുത്ത് ഒരു സ്ഥലത്ത് ഖുർആനിൻ്റെ ശാസ്ത്രീയ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ആ പ്രഭാഷണം കേൾക്കാൻ ധാരാളം ആളുകൾ വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കെ ഉമർ മൗലവി തൻ്റെ പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി. അന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് സംസാരിച്ച സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ വായിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഖുർആൻ അത്ഭുതമായി തോന്നിയെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ ഇതാ ഒരു ഖുർആനിൻ്റെ അത്ഭുതം ഇവിടെ തെളിയാൻ പോകുന്നു. അന്ന് ഖുർആനിലെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ 3.5 മണിക്കൂർ പ്രസംഗിച്ച വ്യക്തിയാണ് മുഹമ്മദ് കുഞ്ഞ് സ്രാങ്ക് എന്ന് പറയുന്ന കൊച്ചിയിലെ സാധാരണക്കാരനായ, അറബി ഭാഷയുടെ ബാലപാഠം പോലും പഠിക്കാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ഖുർആനിനെ അങ്ങേയറ്റം സ്നേഹിച്ചപ്പോൾ, ഖുർആനിനെ അങ്ങേയറ്റം വായിച്ചപ്പോൾ, അവരെ ജീവിതമായി അത് മാറിയപ്പോൾ, ഖുർആനിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാവുന്ന അത്ഭുതങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, അവരെ ഏറെ ഖുർആനികമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചു. നമ്മളെയും അത്തരത്തിൽ ഖുർആനികമായ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാന ഒരു ആയത്ത്. നമ്മുടെ ജീവിതത്തിൽ ഖുർആനാണ് എന്നും വഴികാട്ടി. അള്ളാഹുവിൻ്റെ സംസാരമാണ് എൻ്റെ ജീവിതം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആ വിശുദ്ധ ഖുർആൻ നമ്മളെ നയിക്കും. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ പഠന ക്ലാസ്സുകളിൽ സജീവമായി നിലകൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഓരോ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം, പ്രിയമുള്ളവരെ, വിരളി പിടിച്ച കഴുതയെപ്പോലെ ഓടുന്നവനാവാതെ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വാക്യങ്ങൾ പഠിച്ചു, വായിച്ചു, മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു, ഉൾക്കൊണ്ടു എന്ന തീരുമാനത്തിൽ വേണം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ഭൂമിയിൽ നിന്ന് കിടന്നുറങ്ങുവാനും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയുവാനും. അത്തരത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വാക്യങ്ങൾ നമ്മളെ ഏറെ സ്വാധീനിക്കുന്നതാകാൻ വേണ്ടി ഖുർആനിക പഠന ക്ലാസ്സുകളിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ഏറെ ശ്രദ്ധിക്കേണ്ടത് നമ്മളോടൊപ്പം, പ്രിയമുള്ളവരെ, നമ്മുടെ പുതിയ തലമുറയായ മക്കളും ഉണ്ടായിരിക്കണം. അവർക്ക് അവരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി ഖുർആനുണ്ട്, ഖുർആനാണ് പരിഹാരം എന്ന ചിന്ത ഉൾപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അത്തരത്തിൽ കുടുംബപരമായി വിശുദ്ധ ഖുർആനിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മളേവരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.